إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم الألباب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണികനായ പടച്ച റബ്ബിൻ്റെ പരിശുദ്ധ ദീനീ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ ഉൾപ്പെടുവാനുള്ള സൽക്കർമ്മനിരതമായ ശ്രമം മരിക്കുവോളം നിലനിർത്തണമേ എന്ന് എന്നെയും നിങ്ങളെയും ഒരുമിച്ച് ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവൻ്റെ ദീൻ അനുസരിച്ചുകൊണ്ട് മുവഹിദുകളും മുത്തവക്കിലീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിച്ച് മരിക്കുവാനുള്ള മഹാഭാഗ്യവും സന്മാർഗ സ്ഥിരതയും നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സാമൂഹിക രംഗത്ത് വിശ്വാസ ജീർണതകൾ പല വിധത്തിലായി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹം എത്രമേൽ പല വിഷയങ്ങളിലും സാക്ഷരരായി എന്ന് പറഞ്ഞാലും അതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് ജീർണതയുടെ അവികല വിശ്വാസങ്ങളുടെ, അന്ധവിശ്വാസങ്ങളുടെ, ചൂഷണങ്ങളുടെ പല മാനങ്ങളും കാര്യങ്ങളും സംഭവങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ ദിനം പ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സാക്ഷര സമ്പന്നമായ നമ്മുടെ ഈ മലയാളക്കരയിൽ, കേരളത്തിൽ ഈ അടുത്തായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പല കാര്യങ്ങളും നമ്മുടെ പ്രബുദ്ധത തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. ഇന്നലെ വന്ന ഒരു റിപ്പോർട്ടിൽ, അത് കേരളത്തിന് പുറത്താണ് എങ്കിലും മനുഷ്യൻ്റെ ഒരവസ്ഥ, ഒരു മന്ത്രവാദി 5 വർഷം ദാമ്പത്യം പിന്നിട്ട ഒരു സഹോദരനോട് ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ജീവനോടെ കോഴിയെ വിഴുങ്ങാൻ പറഞ്ഞു. അപ്പോൾ അവൻ അതേ രൂപത്തിൽ തന്നെ അത് ചെയ്തു, ദുരന്തപൂർണമായ മരണം വരിച്ചു എന്നാണ്. ഇതുമായി ബന്ധപ്പെടാവുന്ന ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. ഈ അടുത്ത് തന്നെയാണ് യു പിയിൽ നിന്ന് ഒരു സന്യാസി നിന്ന സ്ഥലം
അവിടുത്തെ മണ്ണ് വാരിയെടുക്കാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഒന്നാകെ തിരക്ക് പിടിച്ചു. അതിൽ 100-ലധികം ആളുകൾ മരണപ്പെട്ട വാർത്ത നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ഇങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പലതും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് കേൾക്കുന്നതിൻ്റെ ചില മറുവശങ്ങൾ നമ്മുടെ പരിസരങ്ങളിൽ നിന്ന്, കേരളീയ പശ്ചാത്തലങ്ങളിൽ നിന്ന് കേൾക്കാൻ തുടങ്ങുന്നു. അല്ലെങ്കിൽ തുടങ്ങിയത് കേട്ടുകൊണ്ടിരിക്കുന്നത് പലതും അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന്. ശാസ്ത്രം പുരോഗതിയിലേക്കാണ്. ചാന്ദ്രയാനെക്കുറിച്ചും മംഗൾയാനെക്കുറിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് AI മനുഷ്യ ബുദ്ധിക്കപ്പുറമുള്ള നിർമ്മിത ബുദ്ധിയെക്കുറിച്ചും ടെക്നോളജികളുടെ വിവിധ കണ്ണഞ്ചിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് കാസർഗോഡ് ഒരു പ്രവാസി വ്യവസായിക്ക് തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത്. ജിന്നുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ്. നമുക്കറിയാം, പല മതവിഭാഗങ്ങളിലും സാധാരണക്കാരായ ആളുകളെ, ആവശ്യക്കാരെ, ഇത്തരത്തിലുള്ള ഇരകളെ വീഴ്ത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോ മതവിഭാഗത്തിലെയും പുരോഹിതന്മാർക്ക്, സിദ്ധന്മാർക്ക്, ചിലർ റിപ്പോർട്ടിൽ കാണാം വ്യാജ സിദ്ധൻ പിടിയിൽ. സിദ്ധൻ എന്ന് പറഞ്ഞാൽ തന്നെ വ്യാജനാണ്. പിന്നെ ഒരു വ്യാജ സിദ്ധൻ എന്ന് പ്രത്യേകം ഒരു സിഫത്ത്, ഒരു അഡ്ജക്റ്റീവ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ റിപ്പോർട്ട് അങ്ങനെയാ വരിക, വ്യാജ സിദ്ധൻ പിടിയിൽ എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ പല ഒരു നൂറ്റാണ്ട് മുമ്പ്, അല്ലെങ്കിൽ ഒരു 19 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഒരു 10-കാൽ നൂറ്റാണ്ട് മുമ്പൊക്കെ കേരളത്തിന്റെ ചുറ്റുപാട് കുടുംബഘടനകൾ, നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ പരിസരങ്ങൾ, അതുപോലെ തന്നെ പള്ളിക്കാടുകൾ, ഖബർസ്ഥാനുകൾ, ആൽമരങ്ങൾ, പാലാമരങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിൽ പല രൂപത്തിലുള്ള ചിത്രീകരണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ അടുത്ത് വന്ന റിപ്പോർട്ടുകൾ ആ ഒരു പഴയ കാലത്തിലേക്ക് തന്നെ കേരളം പറിച്ച് നടപ്പെടുകയാണോ എന്ന് ചിന്തിപ്പിക്കുന്നതും വായിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ കാസർഗോഡ് ഗഫൂറാജി എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം സ്വാഭാവിക മരണമാണ് വരിച്ചത് എന്നാ വിചാരിച്ചത്. കഴിഞ്ഞ വർഷത്തെ റമദാനിലാണ് നടന്നത്. നോക്കണം നിങ്ങൾ, ഒരു റമദാൻ മാസത്തിലാണ് ഇത്തരത്തിലുള്ള ചൂഷണങ്ങളിൽ ചെന്നുപോയി പെടുന്നതും അത് പെടുത്തുന്നതിന് വേണ്ടി നല്ല ഹിജാബൊക്കെ ധരിച്ച കോലത്തിൽ, വേറെ കോലത്തിലുണ്ട് അല്ലെ, ഹണി ട്രാപ്പ് ഒരു ഭാഗത്തും ഇതേപോലെ ദീനിന്റെ ആത്മീയ സൗന്ദര്യവും അതേപോലെ തന്നെ സ്വന്തം സൗന്ദര്യവും പ്രകടിപ്പിച്ചുകൊണ്ട് ആളുകളെ ചൂഷണത്തിന് വേണ്ടിയിട്ട് വിധേയമാക്കുന്ന കാഴ്ചകൾ. 596 പവനാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. ചോദിച്ച് ചെന്ന സമയത്താണ് സ്വർണം കിട്ടിയില്ല, ജീവനും കിട്ടിയില്ല, ജീവിതവും കിട്ടിയില്ല എന്ന്. ഷമീന എന്ന് പറയുന്ന ആ പെണ്ണ്, 2 സഹോദരിമാരും പിന്നെ ഭർത്താവും എല്ലാവരും പ്ലാൻ ചെയ്തിട്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി എന്ന്. അപ്പൊ നമ്മൾ ആലോചിക്കണം, എന്തിന്റെ പേരില്ല ഈ ഷമീന എന്ന് പറയുന്ന സ്ത്രീ പറയാം, കർണാടകയിലെ പാത്തുട്ടി എന്ന് പറയുന്ന ജിന്ന് എൻ്റെ ശരീരത്തിൽ കയറും. അത് കയറിക്കഴിഞ്ഞാൽ പിന്നെ പ്രത്യേക ചില ഹാവഭാവ ചേഷ്ടാദികൾ എന്ന് പറഞ്ഞ് കാണിക്കും. അങ്ങനെയാണല്ലോ, ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ആദ്യം തന്നെ ഏറെക്കുറെ ഈ വരുന്ന ആളുകളുടെ മനഃശാസ്ത്രം, ഇരിക്കുന്ന ആളുകൾക്കറിയും കുടുംബജീവിതത്തിൽ സങ്കടം വേട്ടയാടുന്നുണ്ടല്ലേ. കുടുംബജീവിതത്തിൽ പ്രശ്നമില്ലാതെ ആരല്ല? കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയം, അല്ലെങ്കിൽ ഭാര്യയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ മാതാപിതാക്കൾ, അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാർ, ഇങ്ങനെ ഒരു ഡയലോഗാണ്ട് ഫിറ്റ് ആക്കുമ്പോൾ എങ്ങനെ ഇയാൾക്ക് ഇപ്പൊ എൻ്റെ വിഷയം മനസ്സിലായതെന്ന്. അപ്പൊ ഇതാണ്. ഇതല്ലെങ്കിൽ അതിനോട് ചേർത്ത് വേറൊരു കച്ചവടം, ഉപജീവനത്തിൽ പ്രയാസമുണ്ടല്ലേ എന്ന് പറയുമ്പോൾ ഉപജീവനത്തിൽ പ്രയാസമില്ലാത്ത ആളുകൾ ആരാളുള്ളത്? അപ്പൊ ഇതിങ്ങനെ കേട്ട് ഈ അതിശയോക്തികളുടെ പിന്നാലെ പോയി എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഖൈറു ഉമ്മത്തിൽ നിന്ന് ആളുകളെ എമ്പാടും കിട്ടുന്നുണ്ട് എന്നതാണ്. അപ്പൊ 596 പവന് വേണ്ട, 1 പവന് അല്ലെങ്കിൽ ഒരു 10 പവന് മാന്യമായി സ്വതക്ക ജാരിയ ഇത് ചെലവഴിക്കാനും കൊടുക്കാനും അള്ളാഹുവിന്റെ ഖുർബത്തും ആ വഴിക്ക് തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ എന്തൊക്കെ സാധ്യതകളുണ്ട്. ഒരാളുടെ പ്രയാസം നീക്കാൻ വേണ്ടിയിട്ട് ഇത് ചെലവഴിച്ചു കഴിഞ്ഞാൽ അവന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും പ്രയാസത്തെ അള്ളാഹു നീക്കി കൊടുക്കുന്നതാണ്. അങ്ങനെ ഹലാലായ, സുന്നത്തായ, ന്യായമായ, മതപരമായ വഴിക്ക് സമ്പത്ത് ചെലവഴിക്കാനുള്ള സക്കാത്തിന്റെയും സദഖയുടെയും സാധ്യതകൾ എമ്പാടും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെയും അറിയിച്ച് പഠിപ്പിച്ചു തന്നിട്ട് ഈ ജാതി ചൂഷണ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി കൊടുത്ത് വ്യാമോഹത്തിൽ അകപ്പെട്ടുകൊണ്ട് വീണ്ടും വീണ്ടും സമ്പത്ത് അധികരിപ്പിക്കാൻ അന്യായമായ മാർഗം നേടി അവസാനം ഒന്നുമില്ലാതെ 6 അടി മണ്ണിലേക്ക് പോകുന്ന കാഴ്ചകൾ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ അതിൽ മാത്രമല്ല, അപ്പൊ അവിടെ പാത്തുട്ടി എന്റെ ശരീരത്തിൽ കയറി ഞാൻ ചില കാര്യങ്ങളൊക്കെ കാണിക്കും, അതിങ്ങനെ നടക്കാൻ പോകുന്നതാണ്. ആ പാത്തുട്ടി എന്ന ജിന്ന് എന്നോട് പറഞ്ഞതാണ്, നിങ്ങളുടെ സ്വർണ്ണം അങ്ങനെ കൊണ്ടുവരണം, അതിന്റെ സ്ഥലത്ത് കുഴിച്ചിടണം. അവസാനം എന്തുണ്ടായി വിശദീകരിക്കണില്ല. മുമ്പും ഇതേപോലെ സംഭവങ്ങൾ ഉണ്ടായി. റിപ്പോർട്ട് നാദാപുരത്ത് നിന്നുണ്ടായി. കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഹസീന എന്ന് പറയുന്ന 26 വയസ്സുള്ള ജന്മന മാനസിക വൈകല്യമുള്ള ഒരു സഹോദരിയാണ്. ആ സഹോദരിയെ പിതാവ് ഇതേപോലെ ജിന്ന് ചികിത്സക്ക് വിധേയാക്കുകയാണ്. ശരീരത്തിൽ ജിന്ന് കയറി കൂടിയിട്ടുണ്ട് എന്ന് ഒരു സിദ്ധൻ പറയാ. റിപ്പോർട്ടിൽ വ്യാജസിദ്ധൻ മുഹമ്മദ് സിറാജുദ്ദീൻ, വ്യാജസിദ്ധൻ, സിദ്ധൻ തന്നെ ഈക്വൽ ടു വ്യാജൻ, അല്ലേ? അപ്പോൾ മുഹമ്മദ് സിറാജുദ്ദീൻ എന്ന് പറയുന്ന സിദ്ധൻ പത്തനംതിട്ടയിലെ ഈ സഹോദരിയെ ചവിട്ടി ചൂരൽ പ്രയോഗം നടത്തി. ആ ചവിട്ടേറ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹസീനയുടെ ആ സഹോദരിയുടെ നട്ടെല്ലിന് പൊട്ടലേറ്റിയിരുന്നു, ക്ഷതമേറ്റിരുന്നു എന്നാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അത് ജിന്നിറക്കാൻ വേണ്ടിയിട്ട് നടത്തുക. മാനസിക വൈകല്യ സഹോദരി. പണ്ടൊക്കെ അപസ്മാരം ഇളകിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഫിക്സിൽ കാണിക്കുന്ന ആ പ്രകടനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് അതന്നെ എന്ന് വിചാരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെയാണ് സയൻസ്, മെഡിക്കൽ സയൻസ് ആ ഒരു തലത്തിലേക്ക് എത്തിയപ്പോൾ പരിശോധനയും കാര്യവും ടെസ്റ്റും മരുന്നും ചികിത്സയും ട്രീറ്റ്മെന്റും ഒക്കെ ഉണ്ടായപ്പോൾ ഇത് തലച്ചോറിൽ ഉണ്ടാകുന്ന ന്യൂറോണുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ്. അതിന്റെ കാര്യകാരണ ബന്ധങ്ങൾ പിടുത്തം കിട്ടി. അപ്പൊ പിന്നെ ഫിക്സ് ആകുമ്പോൾ അഥവാ അപസ്മാരം ഇളകുന്ന സമയത്ത് ജിന്ന് കൂടിയതാണ്, ശൈത്താൻ കൂടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരുപാട് കുട്ടികളുടെ, ഒരുപാട് സഹോദരന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു ഇരുണ്ട കാലയളവ് നമ്മുടെ ഈ കേരളത്തിന്, നമ്മുടെ നാടുകൾക്ക്, നമ്മുടെ കുടുംബ രംഗങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കുമ്പോഴാണ് ഈ ആദ്യ റിപ്പോർട്ട്. 2017 നാദാപുരത്ത് വിവാഹം നടക്കാത്തതിനെ തുടർന്ന് ജിന്ന് ചികിത്സ നടത്തുന്നതിനിടെ പൊള്ളലേറ്റുകൊണ്ടാണ് ഒരു സഹോദരിക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. നാദാപുരത്ത് കല്യാണം നടക്കാത്തതിന്റെ പേരിൽ അപ്പൊ അതെന്തോ ചില പ്രയാസങ്ങളുണ്ട്, അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നതല്ല, ഇത് മറ്റു ചില സംഗതികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില സ്ഥലങ്ങളിൽ കൊണ്ടുപോകും. ഇതിന്റെ സ്പെഷ്യലിസ്റ്റുകളുടെ അടുത്ത് ആലോചിക്കണം നമ്മൾ. ഇത് കണ്ണിന് അസുഖം ഉണ്ടെങ്കിൽ കണ്ണ് ഡോക്ടറുണ്ട്, അതേപോലെ തന്നെ ENT സംവിധാനങ്ങളുണ്ട്, മറ്റുള്ള തൊണ്ടക്കും അതേപോലെ തന്നെ നാവിനും അതുപോലെ ചെവിക്കൊക്കെ പ്രയാസം ഉണ്ടെങ്കിൽ, ഹൃദയത്തിന് പ്രയാസങ്ങളുണ്ടെങ്കിൽ കാർഡിയോളജിസ്റ്റ് ഉണ്ട്. മനസ്സിനാണ് പ്രശ്നം, മാനസിക രോഗമാണ് എങ്കിൽ അവിടെ തെറാപ്പിയും കാര്യങ്ങളും ജിന്നിറക്കലും കയറ്റലും അല്ല നടത്തേണ്ടത്, മറിച്ച് അതിനാണ് സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഒക്കെ ആ ചികിത്സയിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ നീങ്ങണം. പ്രവാചകൻ തദാവു, നിങ്ങൾ ചികിത്സിക്കണം എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി കൊണ്ട് അഭൗതികമായി എന്നാൽ ഇത്തരത്തിലുള്ള ചൂഷകന്മാരിൽ നിന്ന് സിദ്ധിയും ഫലപ്രാപ്തിയും പ്രതീക്ഷിച്ചുകൊണ്ട് അവരിലേക്ക് പോകുന്നത്. കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലുള്ള ചികിത്സ നടത്തുക, കാരണം കണ്ടെത്തുക, എന്നിട്ട് അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനക്കാണ് മന്ത്രം എന്ന് പറയാ. മന്ത്രവാദം നടത്തേണ്ട ആവശ്യമില്ല, മന്ത്രത്തിന് വാദം പിടിക്കൂല. മന്ത്രം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ആയത്തുൽ കുർസി, അതേപോലെ ഫലക്കുന്നാസും ഇഖ്ലാസും, അതുപോലെ തന്നെ പടച്ച റബ്ബിനോട് അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ഷാഫി എന്ന പ്രാർത്ഥന അതൊരു പ്രത്യേക പാക്കേജായി അവതരിപ്പിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേക പാക്കേജുകൾ. റുഖിയ ശർഇയ്യ എന്നൊക്കെ പറയുന്നതിന് കുഴപ്പമില്ല. റുഖിയ ശർഇയ്യ എന്ന് പറഞ്ഞാൽ മതപരമായ മന്ത്രം എന്നാണ്. പക്ഷേ മതപരമായ മന്ത്രം എന്നത് ഒരു പാക്കേജായി അവതരിപ്പിക്കുമ്പോൾ അതിൽ അതിശയോക്തികൾ കടന്നു വരും. അതിൽ ശ്രദ്ധിക്കണം. അനിസ്ലാമികമായ ബിദ്അത്ത് കലർന്ന, ശിർക്ക് കലരുന്ന മന്ത്രങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സഹീഹായ ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുള്ള ശരണം തേടാനും ഇസ്തിആദത്ത് നടത്താനും ഇസ്തിഗാസ ചെയ്യാനും അതുപോലെ തന്നെ അല്ലാഹുവിലേക്ക് അടുക്കാനും പ്രയാസങ്ങൾ നീങ്ങാനും വേണ്ടിയിട്ട് പ്രവാചകൻ പറഞ്ഞ ശരിയാം വിധത്തിലുള്ള മന്ത്രങ്ങൾ അഥവാ പ്രാർത്ഥനകള്, അതാണ് റുഖിയ ശർഇയ്യ എന്ന് പറയുന്നത്. അത് പ്രത്യേക പേരിട്ട് വിളിക്കേണ്ടെന്ന് ആവശ്യമില്ല. അങ്ങനെ ഹദീസിൽ റുഖിയ ശർഇയ്യ എന്നൊന്നും വന്നിട്ടില്ല. അനിസ്ലാമികമായിട്ടുള്ള ശിർക്ക് കലർന്ന മന്ത്രങ്ങളും കാര്യങ്ങളും അങ്ങനെയുള്ള ദിക്റുകളും ദുആകളൊക്കെ വരുമ്പോൾ അതിന്റെ സഹീഹായ ഒറിജിനലായിട്ടുള്ള പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ കച്ചവട രംഗത്ത് ഹറാമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ കച്ചവടത്തിന്റെ ഇസ്ലാമിക മാനം പഠിപ്പിക്കാൻ വേണ്ടി നമ്മളാരും തിജാറ ശർഇയ്യ, മതപരമായ കച്ചവടം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക പാക്കേജ് പഠിപ്പിക്കാറില്ല. അതേപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഇസ്ലാമികമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഉമ്മത്ത് പ്രമാണം അനുസരിച്ചുള്ള ഇസ്ലാമികമായിട്ടുള്ള വിവാഹം പഠിക്കണം. അതിനുവേണ്ടി നിക്കാഹുൻ ശർഈ, മതപരമായ വിവാഹം എന്ന ഒരു ടേമിൽ നമ്മൾ പഠിപ്പിക്കാറുണ്ടോ? ഇല്ല. അതിൽ ഹദീസും ആയത്തും പറഞ്ഞിട്ട് അതിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അതേപോലെ തന്നെയാണ് ദിക്റും ദുആകളും.
ഒരു സഹോദരൻ പറയാ, അദ്ദേഹത്തിന് ഇതേപോലെ ജിന്നുമായി ബന്ധപ്പെട്ട് കൂടോത്രവുമായി ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടായപ്പോൾ ഒരാൾ പറഞ്ഞ, നീ ഹെഡ്സെറ്റ് വെച്ച് ഇന്ന സമയത്തൊക്കെ നീ എന്ത് ചെയ്യണം, ഈ റുഖിയ ശറഈ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. ഹദീസിൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ, ഇന്ന സമയത്ത് ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇന്ന മന്ത്രം അങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം, ഇന്ന പ്രാർത്ഥനകൾ അരമണിക്കൂർ അങ്ങനെ ഒരു സ്വസ്ഥമായ ഏകാഗ്രതയോട് കൂടിയിട്ട് ഇന്ന സ്ഥലത്ത് പോയിട്ട് അതിങ്ങനെ കേട്ടിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞ രൂപത്തിൽ പഠിപ്പിച്ചാൽ മതി. നമസ്കാരം വിഷയം ഈ മിമ്പറിൽ ചർച്ച ചെയ്തപ്പോൾ ഇസ്തിആദത്ത്, ശരണം തേടൽ, കാവൽ തേടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരു ഖുത്ബ നിർവഹിച്ചിരുന്നു. അതിൽ പ്രഭാതത്തിലുള്ള ശരണം തേടൽ, പ്രദോഷത്തിലുള്ള ശരണം തേടൽ, അഊദു ബികലിമാത്തില്ലാഹി തആമാതി മിൻ ശർരി മാ ഖലഖ, ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ, അതേപോലെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ. ഇങ്ങനെയുള്ള ആയത്തുകളും സ്വഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇസ്തിആദത്തിന്റെ, കാവൽ ചോദിക്കുന്നതിന്റെ, ശരണം തേടുന്നതിന്റെ ദിക്റുകളും പ്രാർത്ഥനകളും ഉരുവിടുക. അതാണ് ചെയ്യേണ്ടത്. അത് ഇന്ന സമയത്ത് പ്രവാചകൻ നിർവഹിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിർവഹിക്കണം. നിങ്ങൾ ആരെങ്കിലും പ്രഭാതത്തിൽ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം, അല്ലാഹുവിന്റെ നാമത്തിൽ, ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ, ആകാശത്തിലോ ഭൂമിയിലോ ഉള്ള ഒന്നും ബാധിക്കുകയില്ല, അതിന്റെ ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുൽ ചെയ്ത് ആ മനസ്സാന്നിധ്യത്തോടു കൂടി ആ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ, അത് പ്രഭാതത്തിൽ 3 തവണ ചൊല്ലിയാൽ സായാഹ്ന രാത്രി സമയം വരെ അവന് ഒന്നും ഒരു ബുദ്ധിമുട്ട് ബാധിക്കുകയില്ല. രാത്രി ചൊല്ലിക്കഴിഞ്ഞാൽ പ്രഭാതം വരെ ഒന്നും ബാധിക്കുകയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അത് ചൊല്ലി ആ ഒരു നിയ്യത്തോടു കൂടി അത് നിർവഹിച്ചാൽ മതി. ഇങ്ങനെ ഓരോ ദിക്റുകൾ, അഊദു ബികലിമാത്തില്ലാഹി തആമാതി മിൻ ശർരി മാ ഖലഖ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു യാത്ര പോയി ഒരു സ്ഥലത്ത് ഇറങ്ങി, നമ്മുടെ മക്കൾ പഠിക്കാൻ വേണ്ടി, നമ്മൾ ജോലിക്ക് വേണ്ടി അങ്ങനെ യാത്രകൾ പോകുമ്പോൾ നമുക്ക് അപരിചിതമായതും പരിചിതവുമായിട്ടുള്ള സ്ഥലത്തെത്തുമ്പോൾ കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിൽ ശ്രദ്ധ, ആക്സിഡന്റ്, അപകടങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, അതേപോലെയുള്ള വരാൻ സാധ്യതയുള്ള ഭവിഷ്യത്തുകൾ അതൊക്കെ നമ്മുടെ മനസ്സിരുത്തി അതിൽ നിന്നൊക്കെ ജാഗ്രത പാലിച്ചു ഓരോ സ്റ്റെപ്പുകളും നമ്മൾ ശ്രദ്ധയോടെ കരുതലോടെ മുന്നോട്ട് നീക്കി അങ്ങാടികൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ. പക്ഷെ എന്നിരുന്നാലും അഭൗതികമായി, അദൃശ്യമായി നമ്മിൽ വന്നു ഭവിക്കാൻ സാധ്യതയുള്ള മുസീബത്ത്, പ്രശ്നങ്ങൾ, പരീക്ഷണങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധ്യമല്ല. അത് അള്ളാഹുവിന്റെ ഖളാ ഖദറനുസരിച്ച് വരും. അതിന് അള്ളാഹിനോട് ശരണം തേടുക. അതാണ് അഊദു ബികലിമാത്തില്ലാഹി തആമാതി മിൻ ശർരി മാ ഖലഖ. അള്ളാഹുവേ, നീ സൃഷ്ടിച്ചത് എന്തൊക്കെയുണ്ടോ, നീ സൃഷ്ടിച്ചതിന്റെ കെടുതിയിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു. അതാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അതാണ് ഇസ്തിആദത്തിന്റെ ദിക്ർ. അതിന് ഏതെങ്കിലും പ്രത്യേക കേന്ദ്രത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? സിദ്ധന്റെ അടുത്തേക്ക്, ജ്യോത്സ്യന്റെ അടുത്തേക്ക്, ജിന്നിറക്കുന്ന ആളുടെ അടുത്തേക്ക്, സാത്താന്മാരുമായി ബന്ധപ്പെട്ടുള്ളവരുടെ അടുത്തേക്ക്, അങ്ങനെ ഹോമജപാദികള്, ഓരോരോ അങ്ങനെയുള്ള കാഴ്ചകളുണ്ടല്ലോ, സീനുകളുണ്ടല്ലോ. ഓരോ മതവിഭാഗത്തിന്റെയും മനസ്സിൽ ഇന്ന കെട്ടിക്കുടുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉചിതമായത് ഇന്ന ആളാണ്, ഇന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന മേഖലകൾ പോയി കഴിഞ്ഞാൽ ഈ രൂപത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകും. ലൈംഗിക ചൂഷണം, ജീവൻ നഷ്ടപ്പെടുക, ജീവിതം ഡിസോർഡർ ആയി തീരുക, സാമ്പത്തിക തട്ടിപ്പ്, സന്മാർഗ നഷ്ടം, മാനഹാനി സംഭവിക്കുക, ഇങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലൂടെ വരിക. ചില ആളുകള് ഭൂതപ്രേതങ്ങൾ എന്ന് പറയും, വേറെ ചില ആളുകള് യക്ഷി വേതാള സങ്കല്പം എന്ന് പറയും, അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് എന്ന് പറയും. അതേപോലെ തന്നെ കുടത്തിലാക്കിയിട്ടുണ്ട്, ആ കുടത്തിൽ നിന്ന് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ന സിദ്ധികളും കാര്യങ്ങളും ഒക്കെ കാണിക്കും എന്ന കഥകൾക്ക് സമാനമായിട്ടുള്ള ഈ വിഷയത്തിൽ ആവിഷ്കാരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതേപോലെ അതിനൊക്കെ യാഥാർത്ഥ്യവൽക്കരിക്കുന്ന വിധത്തിലുള്ള ചർച്ചകൾ സാമൂഹിക ഇടങ്ങളിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ മനുഷ്യരുടെ മനോമുഖരത്തിലേക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്, ഭയപ്പെടുകയാണ്. എന്നാലൊരു വിശ്വാസി ഈമാൻ, നിർഭയത്വമുള്ളവനാണ്, സമാധാനമുള്ളവനാണ് ജീവിതത്തിന്റെ ഏത് സന്ദർഭങ്ങളിലും. പക്ഷെ അവിടേക്കാണ് ജിന്നുമായി ബന്ധപ്പെട്ട മറ്റുള്ള ആളുകൾ യക്ഷി പ്രേതം എന്നൊക്കെ പറയുമ്പോൾ അവരങ്ങനെ പറയാം. ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അന്ന് മിഡ് നൈറ്റില് രാത്രി ബസ് വന്ന് ഇറങ്ങി, അങ്ങനെ നമുക്ക് പരിചിതമായി നമ്മൾ ജീവിച്ച, നമുക്ക് ആ മണ്ണിന്റെ ആ ഗന്ധം അറിയുന്ന 10, 30, 40 വർഷം ജീവിച്ച ഒരു ടൗണിൽ, ഒരു നാട്ടിൽ, ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ, ഒരു കുഗ്രാമത്തിൽ വന്ന് ബസ് ഇറങ്ങിയാലേ അന്ന് അവിടെ രാവിലെ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിൽ 12 മണിക്ക് രാത്രിയാണ് നമ്മളെ അവിടെ വന്ന് ഇറങ്ങിയത് എങ്കിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് അവിടെ കിടന്ന ഒരു ആത്മാവ് നടക്കുന്നുണ്ടാകും, ശാന്തി കിട്ടാതെ എന്ന പലരുടെയും സങ്കല്പം അനുസരിച്ച് നമ്മുടെ മനസ്സിലേക്കും അതങ്ങനെ വരൂലേ. ഇനി അതങ്ങനെ വരുന്നില്ലെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ പിശാചിലേക്ക്, ശൈത്താനിലേക്ക്, ജിന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പഠിപ്പിക്കുക. പള്ളിക്കാട്ടിൽ ഇങ്ങനെ കാത്തിരിക്കുന്ന ചില ജിന്നുകൾ ഉണ്ടാവും, മനുഷ്യനെ സഹായിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ജിന്നുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ മനുഷ്യന്റെ ശരീരത്തിൽ ജിന്ന് കയറി
കയറിക്കൂടും. ആ കയറിക്കൂടിയ ജിന്ന് നല്ലതാണ് എങ്കിൽ നമുക്ക് നല്ല ഐശ്വര്യവും അത്ഭുത സിദ്ധികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരും. അതല്ല ചീത്ത ജിന്നാണ് കയറിക്കൂടിയത് എങ്കിൽ മനോവിഭ്രാന്തിയും പ്രശ്നങ്ങളും ഭ്രാന്തിലേക്കും ഒക്കെ അത് എത്തിക്കും. ഇങ്ങനെ സാമാന്യ ജനങ്ങളെ അവരുടെ സർവ്വ നിർഭയത്വവും നഷ്ടപ്പെടുത്തുന്ന വിധത്തില് ഇങ്ങനെ വിശ്വാസ വൈകല്യങ്ങൾ ചേർന്നതാ. അത് ഈ പുതിയ കാലത്ത് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ അറബികളായ സാധാരണക്കാര് അവർ ഇത്തരത്തിലുള്ള വികല വിശ്വാസങ്ങളിൽ അകപ്പെട്ടിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയാ. 72-ാം അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ജിന്ന് എന്നാണ്. അതിൽ 6-ാമത്തെ ആയത്തിൽ വന്നഹു കാന റിജാലും മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ. വന്നഹു കാന റിജാലും മിനൽ ഇൻസി, മനുഷ്യന്മാരിൽപ്പെട്ട ചില ആളുകളെ യഊദൂന അവരിങ്ങനെ ശരണം തേടിയിരുന്നു ബിരിജാലിൻ മിനൽ ജിന്നി, ജിന്നുകളിൽപ്പെട്ടവരോട് ഫസാദൂഹും റഹഖാ. ഇത് കേട്ടപ്പോൾ ജിന്നുകൾക്ക് എന്തായി? അവർക്ക് അഹങ്കാരം വർദ്ധിച്ചു എന്നാണ്. കാരണം എന്താ ഈ മനുഷ്യന്മാരിങ്ങനെ പോയത്തരം കാണിക്കണമെന്ന് അവരെന്താ ഈ ജിന്നുകൾ ഇങ്ങനെ വിചാരിക്കുക. താഴ്വാരങ്ങളിലൂടെ അങ്ങനെ പോകുന്ന സമയത്ത് ഈ താഴ്വാരങ്ങളിൽ ഈ മലകളിലെ വല്ല ജിന്നോ അവരുടെ നേതാക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളൊന്ന് ഉപദ്രവിക്കരുത്, പ്രയാസപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നുകളോട് ശരണം തേടിയിരുന്നു, ഉപദ്രവത്തിൽ നിന്ന് രക്ഷ ചോദിച്ചിരുന്നു. എന്നാൽ സൂറത്തിൽ ജിന്ന് അവതരിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുമായി ശൈത്താനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പ്രാമാണികമായി ഇസ്ലാമിക ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള ധാരണകളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തിന് നീക്കിക്കൊടുക്കുക. പക്ഷെ അങ്ങനൊക്കെ നീക്കിക്കൊടുത്ത് നമ്മൾ ഈ കാലത്തെത്തി ഖുർആൻ പഠിച്ചു, ഹദീസ് പഠിച്ചു, പ്രാമാണികമായി ഇസ്ലാമിക ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്ലാമിക ഉമ്മത്തിൽ മുസ്ലിം കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് അമുസ്ലിങ്ങളായ ആളുകൾ അന്തം വിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ ഏത് കാലത്തും ലോകത്തും ജീവിക്കണത് എന്ന്. എന്നിട്ട് ആ ജിന്നുമക്കെതിരെ കേസ് കൊടുക്കാൻ 1.5 വർഷം വേണ്ടി വന്നു. എന്താ അതിന്റെ റീസൺ? ഇങ്ങനെ മൈന്യൂട്ടായിട്ട് അതിന്റെ കേസിലേക്ക് പോകുമ്പോൾ ആളുകൾക്ക് പേടിയായിരുന്നു എന്ന്. കാരണം എങ്ങാനും ആ ഷമീനക്കെതിരെ ആ പെണ്ണിനെതിരെ ആ ജിന്നുമക്കെതിരെ കേസ് കൊടുത്താലേ അവര് ഈ വക ആളുകൾക്കൊക്കെ പ്രത്യേക ഗ്യാങ്ങുകളും ഗുണ്ടകളും അവരും ഇവരൊക്കെ ഉണ്ടാകും. അവ ഭൗതികമായിട്ട് തന്നെ ശരീരം പ്രയാസത്തിലാകും എന്ന് വിചാരിച്ചിട്ടുള്ള പേടി. രണ്ടാമത്തെ പേടി അഭൗതികമായ പേടി. ഏതായാലും അവർ ഈ ജാതിയിലുള്ള കുറെ കൂടോത്രവും കാര്യങ്ങളും ജിന്ന് സേവയും സാത്താൻ സേവയും നടത്തുക. വെറുതെ അവർക്കെതിരെ ഗഫൂറാജിക്ക് ഏതായാലും പോയി, ഇന്റെ റൂഹും കൂടി പോകാൻ ഞാൻ ആഗ്രഹിക്കണില്ല. അതിനെതിരെ വെറുതെ ചട്ടം കെട്ടി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിക്കൊണ്ട് നടപടി സ്വീകരിക്കാൻ ആർജവമുള്ള ധൈര്യമുള്ള ആളുകൾ പലപ്പോഴും സമൂഹത്തിലില്ല. ശാസ്ത്ര ലോകത്ത്, സാംസ്കാരിക ലോകത്ത്, രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ പലപ്പോഴും 13-ാം നമ്പർ റൂം എടുക്കാന് കാറ് എടുക്കാൻ പറ്റാത്ത രാഷ്ട്രീയക്കാര്, അതേപോലെ തന്നെ 13-ാം നമ്പർ റൂം ഗസ്റ്റ് ഹൗസിൽ സ്വീകരിക്കാത്ത ആളുകളെ റോക്കറ്റ് വിക്ഷേപിക്കുന്ന സമയത്ത് വരെ ഭൂമിയിൽ നിന്ന് പല ക്രിയകളും നടത്തിയിട്ടാണ് ശാസ്ത്രത്തിന്റെ റോക്കറ്റ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത്. നമ്മൾ ആലോചിക്കണം. ശാസ്ത്രമേള ചൊവ്വാഴ്ച മാറ്റിവെച്ച ഒരു ചൊവ്വുള്ള ദിനത്തിലായിക്കോട്ടെ എന്ന് എന്താ മാറ്റിവെക്കുന്നത്? ശാസ്ത്രമേളയാണ് ചൊവ്വാഴ്ച എന്ത് ചെയ്യണത്? അശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുന്നത്. ഇതാണ് സമൂഹത്തിന്റെ അവസ്ഥ. അപ്പൊ അങ്ങനെ കേസ് കൊടുക്കാൻ പോകും. അവര് വല്ലതും ചെയ്തിട്ട് അത് നമ്മളെ മേത്തേക്ക് കൂടണ്ട, നമുക്ക് പ്രയാസം വരണ്ട എന്ന് വിചാരിച്ച് കേസും കാര്യങ്ങളൊക്കെ 1.5 വർഷം പിന്നിട്ടു. അതിനൊക്കെ അത്തരത്തിലുള്ള ചൂഷകന്മാരെ, ജിന്നുമ്മമാരെ യാഥാർത്ഥ്യവൽക്കരിക്കാനും അവരിലൊക്കെ ചില പോയിന്റ് ഉണ്ട് എന്ന രൂപത്തിൽ ന്യായം ചമക്കുന്നതിന് വേണ്ടിയിട്ട് പുരോഹിതന്മാരായ ആളുകൾ അവിടെ വിസിറ്റ് നടത്തുക. പ്രവാചകന്റെ മുടി എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത മുടിയുമായി കൊണ്ടുവന്ന് പ്രവാചകന്റെ മുടിയും മദീനയിൽ പ്രവാചകന്റെ ഖബറിന്റെ ഓരത്ത് പറ്റിപ്പിടിച്ച പൊടിയും വെള്ളത്തിൽ കലർത്തി ഹോൾസെയിലും റീറ്റെയിലുമായിട്ട് പാമര ജനങ്ങൾ ഉച്ചക്ക് വെയിലത്ത് അങ്ങനെ മർക്കസിന്റെ മുമ്പിലൊക്കെ ക്യൂ നിന്നുകൊണ്ട് വാങ്ങിയൊരു കാലയളവുണ്ടായിരുന്നു. അതിലേക്ക് നയിച്ച അതേ മനുഷ്യൻ തന്നെയാണ് ഈ ജിന്നുമ്മയുടെ വീട്ടിലും സന്ദർശനം നടത്തിയത്. അങ്ങനെ പലതരത്തിലുള്ള ഹോൾഡ് കൊണ്ട് ആ കേസ് 1 വർഷത്തിലധികം പിന്നിട്ടു എന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഇതിന്റെ തന്ത്രധാരകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത്ഭുതപ്പെടുന്ന രൂപത്തിലുള്ള നാളുവഴികളെ അതിൽ കാണുവാൻ കഴിയും. ഏതായിരുന്നാലും പറയാനുള്ളത്, വിശ്വാസി സമൂഹം ഇതുമായി ബന്ധപ്പെട്ട പല രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, ദുർവ്യാഖ്യാനങ്ങൾ, അതിൽ കടന്ന വ്യാഖ്യാനങ്ങൾ പലതും നടക്കും. അത് നടക്കുന്ന സമയത്ത് വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 18-ാമത്തെ ആയത്തിൽ അല്ലദീന യസ്തമിഊനൽ ഖൗല, വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണം. വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുകയും സംസാരങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും ചർച്ചകളെ സാഗൂതം ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ഫയത്തബിഊന, അങ്ങനെ അവര് പിൻപറ്റുന്നതാണ് അഹ്സന, ഏറ്റവും ഉചിതമായതിനെ, ഏറ്റവും നന്മയാർന്നതിനെ, നിർഭയത്വത്തിലേക്ക് നയിക്കുന്നതിനെ, നിലനിൽപ്പ് പ്രദാനം ചെയ്യുന്നതിനെ, തവക്കുലിലേക്ക് മനുഷ്യനെ നയിക്കുന്നതിനെ, അതിനെയാണ് അവർ പിൻപറ്റുക. ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, ഉലൈക അത്തരത്തിലുള്ള ആളുകളാണ് ഹദാഹുമുല്ലാഹ്, അല്ലാഹുവിന്റെ സന്മാർഗം സിദ്ധിച്ച ആളുകൾ. വഉലൈക
അവരാണ് ബുദ്ധിയുമുള്ള ആളുകൾ. ഖുർആൻ പറയാ. അവ കാര്യങ്ങളും ചർച്ചകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതു ഇടങ്ങളിലും ഒക്കെ ഇങ്ങനെ ഓരോ വിഷയങ്ങളും വിവാദങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ എരിപിരി കൊള്ളും. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ബുദ്ധി പ്രയോഗിക്കണം. അക്കലും നക്കലും ഉണ്ടാകണം, ബുദ്ധി ഉണ്ടാകണം, പ്രമാണവും ഉണ്ടാകണം. അതാണ് ലുബ് എന്ന് പറഞ്ഞത്. ബുദ്ധിയുള്ള ആളുകൾ ഏറ്റവും ഉചിതമായതാണ് സ്വീകരിക്കുക എന്നതാ. ചില ആളുകൾ പറയും ബുദ്ധി പ്രയോഗിക്കാൻ പാടില്ല, ആലോചിക്കാൻ പാടില്ല, അത് പൗരോഹിത്യ ജൽപ്പന. എന്നാൽ ഖുർആൻ പറഞ്ഞത് എന്താ? അഫലാ തഅഖിലൂൻ, നിങ്ങളെന്താ കാര്യങ്ങളെ കുറിച്ച് ബുദ്ധി കൊടുത്ത് ആലോചിക്കാത്തത്? അഫലാ തതദക്കറൂൻ, നിങ്ങളെന്താ ഗ്രഹിക്കാത്തത്, ഉറ്റാലോചിക്കാത്തത്? അഫലാ യതദബ്ബറൂൻ, നിങ്ങളെന്തേ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കരുത്, ബുദ്ധി കൊടുക്കരുത്, ആലോചിക്കരുത് എന്ന രൂപത്തിലേക്ക് സമൂഹത്തെ പൗരോഹിത്യം നയിക്കുന്നുണ്ട്. അതൊക്കെ ചിന്തിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത്. അതല്ലാതെ അന്ധവിശ്വാസങ്ങൾക്ക് ആക്കം കൂട്ടലല്ല. ഇനി ശൈത്താനുമായി, പിശാചുമായി, ജിന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് വികല ധാരണകൾ സമൂഹത്തിൽ, ഇസ്ലാമിക ഉമ്മത്തിൽ അള്ളിപ്പിടിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാമാണികമായ ഒരു പഠനം കൂടി ഒരു മിനിമം നിലവാരത്തിലെങ്കിലും നമ്മൾ നടത്തേണ്ടതുണ്ട്. കാരണം ഒരു ഭാഗം എക്സ്ട്രീമായിട്ട് ചില ആളുകൾ വ്യാഖ്യാനിച്ച് ജിന്നി എന്ന് പറയുന്ന സൃഷ്ടി തന്നെ ഇല്ല, അത് കാട്ടിൽ വസിക്കുന്ന ആളുകളാണ്, ആദിവാസികളായ ആളുകളാണ്, അപരിഷ്കൃതരായ ആളുകളാണ് എന്ന നിലക്ക് അവർക്കാണ് ജിന്ന്, അഥവാ നാഗരികരായ സമൂഹത്തിൽ നിന്ന് മാറി താമസിക്കുന്ന കാണാമറയത്തുള്ള ആളുകളൊക്കെയാണ് പിന്നെ ഈ ജിന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാത്ത വൈറസും ബാക്ടീരിയ, ഫംഗസ്, അത്തരത്തിലുള്ള ജീവിവർഗങ്ങളാണ് ജിന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ മലക്ക് പോലെ, മനുഷ്യനെ പോലെ മൂന്നാമത്തെ ഒരു സൃഷ്ടിയല്ല ജിന്ന് എന്ന് പറയുന്നവരുണ്ട്. അല്ല, മൂന്നാമത്തെ ഒരു സൃഷ്ടിയാണ്. ജിന്നിന് അസ്തിത്വമുണ്ട്, അതിൻ്റെതായ ലോകമുണ്ട്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് എനിക്ക് ഇബാദത്ത് എടുക്കുന്നതിന് വേണ്ടിയാണ് എന്ന്. ആ ജിന്ന് വർഗം മനുഷ്യരുമായി, പ്രവാചകന്മാരുമായി, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മുഅ്ജിസത്തുകളും അതിന് ശേഷവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിന്ന് സമൂഹവും പിന്നെ അതിന് ശേഷം ജിന്നും മനുഷ്യരും തമ്മിലൊക്കെയുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഏതൊക്കെ വിധത്തിലാണ് എന്നതിനെ കുറിച്ച് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം. അതിശയോക്തികളെ സൂക്ഷിക്കണം. അതേപോലെ തന്നെ ആലങ്കാരികമായി സൂചിപ്പിച്ച കാര്യങ്ങളെ ആ വിധത്തിലും മനസ്സിലാക്കാനുള്ള വിവേകം കാണിക്കണം. എന്നാൽ യാഥാർത്ഥ്യത്തോടുകൂടി ഹദീസിലും ഖുർആനിലും പരാമർശിക്കപ്പെട്ട ഈ വിഷയങ്ങളെ അതിൻ്റെതായ അടിസ്ഥാനത്തിലും തീർച്ചയായും നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാമാണികമായി അള്ളാഹുവിന്റെ ദീനിനെ പ്രതിനിധീകരിക്കുവാനും അങ്ങനെ നിർഭയത്വത്തോടുകൂടി ദീനീ ജീവിതം നയിക്കുവാനും അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, വികലധാരണകളിൽ നിന്ന്, ആത്മീയ ചൂഷണങ്ങളിൽ നിന്ന് ആദർശ വിശുദ്ധിയോടെ മാറി നിൽക്കുവാൻ പക്വതയും കാണിക്കുന്ന ഉത്ബുദ്ധരായ വിശ്വാസിനികളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദി അൻഅമനാ ബിഹിദായത്തിൽ ഇസ്ലാം വസ്സലാത്തു വസ്സലാമു അലാ റസൂലിക്കൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ദീനീ വിധിവിലക്കുകളെ പ്രത്യേക സമയ സന്ദർഭ സ്ഥലകാല വ്യത്യാസമില്ലാതെ എല്ലാ രംഗങ്ങളിലും സമയങ്ങളിലും പാലിച്ച് പ്രാവർത്തികമാക്കി തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ ശ്രമം നടത്തുന്ന, ശ്രദ്ധ കാണിക്കുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 2024 വർഷം അവസാനിക്കാനിരിക്കുകയാണ്. എല്ലാ ഡിസംബറും കടന്നു വരുമ്പോൾ ഡിസംബർ അവസാന വാരം, ഡിസംബർ 25 കമ്പോളങ്ങളിലും ക്യാമ്പസുകളിലും അതേപോലെ തന്നെ ക്രൈസ്തവ സമൂഹം അവരുടെ കുടുംബങ്ങളിലും അവരുടെ മതപരമായ കാര്യങ്ങളിലുമൊക്കെ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആഘോഷങ്ങളും കാര്യങ്ങളുമൊക്കെ നടത്താറുണ്ട്. എന്നാൽ പുതിയ കാലത്ത് പ്രതിവർഷം ഏതൊക്കെ, ആരൊക്കെ, എങ്ങനെയൊക്കെ ആഘോഷിക്കണം, ആഘോഷിക്കരുത്, ആരുടേതൊക്കെയാണ് ഓരോ ആഘോഷങ്ങളും എന്നത് പരസ്പരം മനസ്സിലാക്കാനും വേർതിരിക്കാനും പറ്റാത്ത വിധത്തിൽ
ദീനീ ബോധത്തിൻ്റെ നമ്മുടെ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത വിധത്തിലാണ് പല ആഘോഷങ്ങളും മിക്സഡായി മിങ്കിളായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമല്ലേ? ഒരു പ്ലൂരൽ സൊസൈറ്റി, ഒരു ബഹുസ്വര സമൂഹമല്ലേ? അങ്ങനെയൊക്കെ അല്ലേ നമുക്ക് സഹകരിക്കാനും ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഈ വർഗീയ ധ്രുവീകരണം നിമിഷം പ്രതി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് സ്വത്വം സംരക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഗീയതയ്ക്ക് എരുതിയിൽ എണ്ണയൊഴിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കണം. ഒരു ആഘോഷത്തിൽ ആശംസ കൈമാറി, ഒരു നക്ഷത്രം സ്റ്റാറൊക്കെ തൂക്കി, വാട്സപ്പിൽ ഒരു പോസ്റ്ററൊക്കെ കൈമാറി, ഒരു സ്റ്റാറ്റസ് ഒക്കെ വെച്ച് ഞാനൊരു സെക്കുലറിസ്റ്റാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ വലിയൊരു കുഴപ്പമില്ല. നമ്മുടെ ഈമാനിനും നമ്മുടെ ഇസ്സത്തിനും പരിക്കേൽക്കുകയില്ല എന്ന് ഇസ്ലാമിക ഉമ്മത്തിലെ ഓൾമോസ്റ്റ് പീപ്പിൾ, മിക്കവാറും ആളുകൾ ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് സമയത്തും ഏത് കാലത്തുമായിരുന്നാലും മൈത്രി മാനവിക ബന്ധം ഇസ്ലാമിൽ അതിപ്രധാനമാണ്. അത് ഏത് മതവിഭാഗങ്ങളുമായിട്ടായിരുന്നാലും മാനവികമായ മനുഷ്യത്വപരമായ വിഷയങ്ങളിൽ നമ്മൾ ചേർന്ന് നിൽക്കണം. ആർക്ക് എന്ത് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ ഇസ്ലാമിക ഉമ്മത്ത് അതിൻ്റെ മുന്നിലാണ്. ഇസ്ലാമിക ഉമ്മത്ത് ഏത് മതവിഭാഗത്തിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിൻ്റെ മുന്നിൽ നിൽക്കുന്നിടത്ത് മാതൃക കാണിക്കുന്ന ആളുകളാണ്. പിന്നെ ആചാരം, അനുഷ്ഠാനം, വിശ്വാസം, ആഘോഷമൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ്ഡ് ആക്കിക്കൊണ്ട് വിശ്വാസത്തെ, അനുഷ്ഠാനത്തെ, സംസ്കാരത്തെ എന്ത് എവിടെ എന്ന് തെളിയിക്കാനും വ്യക്തമാക്കാനും വ്യതിരിക്തമാക്കാനും പറ്റാത്ത വിധത്തിൽ മൈത്രിയും മാനവികതയും തെളിയിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉണ്ടാകുന്ന ഒന്നല്ല മൈത്രിയും മാനവികതയും എന്ന് പറഞ്ഞാൽ. നമ്മൾ പറയാറുണ്ട്, ഫാദർ ഓഫ് അവർ നാഷൻ, നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി ഹേ റാം, റാം രാമഭക്തനായിരുന്നു. രമ്യതയുണ്ടാക്കുന്ന, സമരസപ്പെടുന്ന സഹവർത്തനത്തിൻ്റെ രാമന്റെ സന്ദേശമാണ് രാമഭക്തനായ ഗാന്ധിജി ഈ മണ്ണിന് സംഭാവന നൽകിയത്. റാം റാം എന്ന് ഉച്ചരിക്കുന്ന രാമഭക്തനായ ഹൈന്ദവ മതഭക്തനായ ഗാന്ധിജിയുടെ അടുത്തിരുന്നു കൊണ്ട് ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി അബുൽ കലാം ആസാദ് റാം റാം എന്ന് ചൊല്ലിക്കൊടുത്തുകൊണ്ടെന്ന് സഹകരിച്ച് മൈത്രിയും മാനവികതയും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ വീര്യവും വർദ്ധിപ്പിച്ച ഒരു ചരിത്രം വി കാൺ സീ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ത്യയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടോ? റാം നൊല്ലുമ്പോൾ അബുൽ കലാം ആസാദ്, മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി എല്ലാവരും കൂടി ആ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ചൊല്ലി മൈത്രി ബന്ധം തെളിയിക്കുക. അതേപോലെ തന്നെ അബുൽ കലാം ആസാദ് അല്ലെങ്കിൽ മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, അവർ അബുൽ കലാം ആസാദ് നമസ്കരിക്കുന്ന സമയത്ത് നെഹ്റുവും ഗാന്ധിജിയും പിന്നിൽ നിന്നുകൊണ്ട് ലോഹറിന്റെ ഒരു റക്അത്ത് നിസ്കരിച്ചൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടോ? ഞാൻ നിസ്കരിക്കും, എന്താ നിങ്ങളൊന്ന് പിന്നിൽ വന്നൊരു ആംഗ്യം അതേപോലെ കാണിക്കാത്തത്? നിങ്ങൾക്കൊരു റിലീജിയസ് ഹാർമണി, ഒരു മതസൗഹാർദ്ദം ഇല്ലേ എന്നവരാരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഒന്നല്ല മൈത്രി. എന്നാൽ ഗാന്ധിജിയും അബുൽ കലാം ആസാദും നെഹ്റുവും മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും അതേപോലെ തന്നെ ഇന്ത്യയുടെ ഇന്നലകളിലെ ചരിത്രങ്ങളിൽ അവരൊക്കെ പരസ്പരം പങ്കുകൊടുത്ത് അങ്ങനെ ഈ അധിനിവേശത്തെ ഈ മണ്ണിൽ നിന്ന് പിഴുതെറിഞ്ഞ് സ്വാതന്ത്ര്യം നേടിയെടുത്തതും സഹവർത്തനത്തോടെ ജീവിച്ചതും അവരവരുടെ റിലീജിയസ് ഐഡന്റിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ്. ഇതൊക്കെ കുറെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൈമാറിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒന്നാണ് എന്ന ധാരണ നമ്മൾ തിരുത്തണം. ഇസ്ലാമിക ചരിത്രവും അങ്ങനെ തന്നെയാണ്. എത്യോപ്യയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം അനുസരിച്ച് നജ്ജാശി ക്രൈസ്തവ ഭരണാധികാരിയാ എത്യോപ്യ ഭരിക്കണം. അവിടെ ചെന്നു ഇസ്ലാമിക ഉമ്മത്ത് കാര്യങ്ങൾ പറഞ്ഞു. ഏകനായ ദൈവത്തെ പരിചയപ്പെടുത്തി. ബൈബിളിലും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും പരിചയപ്പെടുത്തിയിട്ടുള്ള പടച്ചറബിനെ പരിചയപ്പെടുത്തിയത് ശരിയാണല്ലോ എന്നാ നേഗസ് രാജാവ് പറഞ്ഞത്. സൗഹാർദ്ദം പൂത്തുലയുകയാണ്. അല്ലാതെ അവർക്കനുസരിച്ചുകൊണ്ട് മൂന്ന് കൂടിയ ഒന്നാണ് എന്നും ജീസസ് ക്രൈസ്റ്റ് ദൈവത്തിന്റെ മകനാണ് എന്നും അതല്ലെങ്കിൽ ദൈവമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിർഭയത്വമുള്ള ഒരു സാമൂഹിക ജീവിത അന്തരീക്ഷം നൽകണം എന്നല്ല പറഞ്ഞത്. അള്ളാന്റെ സഹായം ഉണ്ടാകും. മനസ്സതിനനുസരിച്ച് അള്ളാഹ് പാകപ്പെടുത്തി കൊടുക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിൽ ജൂത ക്രൈസ്തവ വിഭാഗവുമായിട്ടുണ്ടാക്കിയ റിലീജിയസ് ഹാർമണി, സഹവർത്തനം, അങ്ങനെയുള്ള എത്ര ഉദാഹരണങ്ങൾ അപ്പോൾ ഉണ്ടാകാൻ മൈത്രിയും മാനവികതയും സാഹോദര്യവും ഉണ്ടാക്കാൻ ഇസ്ലാം പഠിപ്പിച്ച പ്രാമാണികവും ചരിത്രപരവുമായിട്ടുള്ള വഴിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ക്രിസ്തുമസ് വരുമ്പോൾ നമ്മുടെ മക്കൾ ക്യാമ്പസുകളിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധം ഉണ്ടാകണം. നമ്മളും എന്തൊക്കെയാണ് ആ വിഷയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അഡ്ജസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നറിയണം. എന്താ അതിന്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ, ഒരു സാധാരണക്കാരനായ ക്രൈസ്തവ മതവിശ്വാസിയോട് ചോദിക്കുക, ഡിസംബർ 25 നിങ്ങൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നതിന്റെ പൊരുൾ എന്താണ് എന്ന്. ആ സമയത്ത് അവർ പറയും, ദൈവപുത്രനായിക്കൊണ്ട് ജീസസ് ക്രൈസ്റ്റിന് ജന്മം ലഭിച്ച ദിനമാണ്, അതാണ് ഞങ്ങൾ സന്തോഷിക്കാനുള്ള കാരണമെന്ന്. അതല്ലെങ്കിൽ ദൈവത്തിന്റെ പരിവേശവുമായി യേശു ക്രിസ്തു ജീസസ് ക്രൈസ്റ്റ് അവതരിക്കപ്പെട്ടു, ഭൂജാതനായി എന്നവർ പറയും. അപ്പൊ അങ്ങനെ
സംഗതിയാകുമ്പോൾ അതിലെ വിശ്വാസപരമായിട്ടുള്ള ഭാഗം, ഇസ്ലാം, മുസ്ലിമീങ്ങൾ, വിശുദ്ധ ഖുർആൻ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് പ്രാമാണികമായ ഇസ്ലാമികമായ നിലപാട് സ്വീകരിക്കേണ്ടത്. സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന ആളുകളാണ് നമ്മൾ. സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് വിത്ർ നിസ്കാരത്തിൽ ഓതാറുണ്ട്. സുബൈന്റെ 2 റക്അത്ത് സുന്നത്തിൽ ഓതാറുണ്ട്. മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തിൽ ഓതാവുന്നതാണ്. ഉറങ്ങുന്ന സമയത്ത് ഓതാറുണ്ട്. ആവർത്തിച്ച് വിവിധ സന്ദർഭങ്ങളിൽ. എന്തുകൊണ്ടായിരിക്കാം ഇഖ്ലാസ്, നിഷ്കളങ്കമായ തൗഹീദി വിശ്വാസം പഠിപ്പിക്കുന്ന സൂക്തം, അധ്യായം അള്ളാഹു നമ്മളെ കൊണ്ട് ഓദിപ്പിക്കുന്നത്? ലം യലിദ് വലം യൂലദ്. ലം യലിദ്, പടച്ചറബാർക്കും ജന്മം നൽകിയിട്ടില്ല. അള്ളാഹു ആർക്കും ജന്മം നൽകിയിട്ടില്ല. വലം യൂലദ്, ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല. അപ്പൊ പുത്രനുമല്ല പിതാവുമല്ല. ആ സങ്കല്പം എന്ന് പറയുന്നത് ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിത്തറ ഇളക്കുന്നതാണ്. അതാണ് ക്രിസ്തുമസിന്റെ പ്രശ്നം. അപ്പൊ അത് മാന്യമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം. ശബരിമലയ്ക്ക് പോകുന്ന ആളുകളെ നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ബീഫ് ഫ്രൈ കൊടുക്കുകയാണ് നമ്മൾ. അവരത് കഴിക്കണില്ല. നിങ്ങൾക്ക് എന്ത് മതസൗഹാർദ്ദം ഉള്ളത്? നല്ലൊരു ഭക്ഷണം വെച്ച് നീട്ടിയിട്ട് നിങ്ങളുടെ അയൽവാസിയായിട്ട് ഇത് കഴിക്കാതെ പോകാൻ. അല്ല, ഞാൻ മലക്ക് നിയത്താക്കിയിരിക്കുന്നു, ശബരിമലക്ക് പോകാൻ നേർച്ച നേർന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വർഗീയമായി ചിന്തിക്കോ? ഇല്ല, റെസ്പെക്ട് ചെയ്യും, ആദരിക്കോ. ഞാനത് ശ്രദ്ധിച്ചില്ല, എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നില്ല എന്നാണ് പറയൽ. നമുക്ക് അങ്ങോട്ട് വർഗീയത ഇല്ലാതെ ഇങ്ങോട്ടും ഒരു പാലം പണിത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകണം. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങോട്ട് നമ്മൾ വർഗീയതയിൽ അത് ചിന്തിക്കണില്ല. പക്ഷെ ഇങ്ങോട്ട് വർഗീയമായി ചിന്തിക്കുമ്പോൾ നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ പ്രാമാണികമായ പ്രബോധനം നടത്തുക, കാര്യങ്ങൾ ബോധിപ്പിച്ചു കൊടുക്കുക. ആരെങ്കിലുമൊക്കെ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന വിധത്തിൽ ഏത് വിവാദങ്ങളെയും, അത് മെക്കായിരുന്നാലും അതല്ലെങ്കിലും ഒക്കെ ഇസ്ലാമോഫോബിയ വളർത്താൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുമ്പോൾ നമ്മൾ പേടിച്ച് അന്തസ്സും ഇസ്സത്തും നഷ്ടപ്പെടുത്തി. കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ നമ്മൾ കൂടികളായി മാറാൻ പാടില്ല. നമ്മൾ അപരിചിതരായി മാറുക. തൂബാലിൽ ഉറബാൽ, അസ്തിത്വവും ആദർശവും തൗഹീദും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അപരിചിതരായി തീരുക. വികലമാക്കാൻ ശ്രമിക്കുമ്പോൾ വിശുദ്ധമാക്കി തീർക്കുക. വിവേകത്തോടു കൂടിയിട്ട് ഗുണകാംക്ഷയോടുകൂടി കാര്യങ്ങൾ ബോധിപ്പിച്ചു കൊടുക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. മൻ തശബ്ബഹ ബിഖൗമിൻ, ആരെങ്കിലും ഒരു ഖൗമിനെ, ഒരു സമൂഹത്തെ അവരിലേക്ക് സദൃശപ്പെടുത്തി കഴിഞ്ഞാൽ ഫഹുവ മിൻഹു, അവൻ അവരിൽ പെട്ടതാണ് എന്ന് പറയുക. പിന്നെ കുട്ടികൾ ക്യാമ്പസിൽ ഇതിലൊക്കെ കാട്ടുമ്പോൾ അവരുടെ അഖീദ മാത്രമല്ല നഷ്ടപ്പെടുന്നത്, മറിച്ച് ഇതിന്റെ പിന്നാലെ കൂടി നമസ്കാരം നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട്. ലൊഹറുല്ല, അസറുല്ല. കാരണം ക്രിസ്തുമസ് ആണ്, അതിന്റെ ആഘോഷം. ഇതൊക്കെ നടത്തുക എന്നുള്ളതിന് നേതൃത്വം കൊടുക്കുന്നിടത്തേക്ക് ഇസ്ലാമിക ഉമ്മത്തും കുട്ടികളും എത്തുക. ഏതെങ്കിലും ഒരു സമയത്ത് പഠന മേഖലകളിൽ നിന്ന് സൈഡിൽ പോയി നിൽക്കൽ നിർബന്ധമാകുമല്ലോ എന്ന നിലക്കല്ല, ഇതൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുന്നവരായിട്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും കരുതലുണ്ടാകണം. നിസ്കാരം നഷ്ടപ്പെടുത്തി, അഖീദ നഷ്ടപ്പെടുത്തി, ആൺകുട്ടികളും പെൺകുട്ടികളും മിങ്കിൾ ചെയ്ത് സദാചാരവും ധാർമ്മികതയും മൊറാലിറ്റിയും ഒക്കെ നഷ്ടപ്പെടുത്തി. അപ്പൊ മൊത്തത്തിൽ ഒരു ആഘോഷത്തിന്റെ മറവിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഇസ്ലാമിക ഉമ്മത്തിന്, കുട്ടികൾക്ക്, ന്യൂജന്നിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അതൊക്കെ നമ്മൾ അതിൻ്റെതായ ഗൗരവത്തിലും പ്രമാണത്തിലും വിവേകത്തിലും ചർച്ച ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനി ജീവിതത്തെ സ്വത്വബോധത്തോടുകൂടി ഇസ്സത്തോടുകൂടിയിട്ട് ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കാനും നിലനിർത്തുവാനുമുള്ള വിജ്ഞാനവും പ്രാമാണിക ബോധവും നൽകുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങളെ അള്ളാഹു നമുക്ക് പൊറുത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വകർമ്മങ്ങളെയും നീ ഖബൂൽ ചെയ്യണമേ നാഥ. അള്ളാഹുവെ, അശാന്തിയിൽ നിന്ന് അശാന്തിയിലേക്ക്, അരക്ഷിതാവസ്ഥകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആഗോളതലത്തിലെ പല പ്രദേശങ്ങളെ, രാജ്യങ്ങൾ, അവർക്കെല്ലാം നീ സമാധാനവും സംരക്ഷണവും നൽകണമേ നാഥ. അള്ളാഹുവെ, ഫലസ്തീൻ 13-14 മാസം പിന്നിടുന്ന പോരാട്ടം, 45,000-ത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഷഹാദത്ത് കൊടുക്കണമേ നാഥ. അള്ളാഹു അത് ഖൈറിലേക്ക് എത്തിക്കണമേ നാഥ. അതിജീവനത്തിലേക്ക് ആ പോരാട്ടത്തെ നയിക്കണമേ നാഥ. പോരാളികൾക്ക് നീ സ്ഥൈര്യം നൽകണമേ നാഥ. അള്ളാഹുവെ, സിറിയൻ മണ്ണിന് ലഭിച്ചിട്ടുള്ള സ്വാതന്ത്ര്യ പിറവിയുടെ നാമ്പുകൾക്ക് നീ കൂടുതൽ സാധ്യത നൽകണമേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, അള്ളാഹുവെ, അവർക്കും ഞങ്ങൾക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, ഞങ്ങളിലെ രോഗികളായ ആളുകൾ, ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നവർ, അള്ളാഹുവെ, അവർക്ക് നീ ശമനം നൽകണമേ. ആയഞ്ചേരിയിലുള്ള ഒരു സഹോദരൻ ചികിത്സയിൽ ICUവിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശമനം നൽകുമാറാകട്ടെ. അതേപോലെ ഇവിടെ ഖുതുബയിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരന്റെ സഹോദരൻ ഇവിടെ സഹകരണ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിഫായിലേക്കും ഖൈറിലേക്കും എത്തിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ മക്കളിൽ, മാതാപിതാക്കളിൽ, ഇണകളിൽ നമുക്ക് വേണ്ട
മരണപ്പെട്ടവരിലൊക്കെ പലവിധ അസുഖങ്ങളാൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നവർ, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, അള്ളാഹുവേ അതെല്ലാം നീ ഭൗതികമായ അതിൻ്റെ ശമനത്തിലേക്ക് എത്തിക്കുന്ന ചികിത്സയും അതേപോലെ തന്നെ പഥ്യമാചരിക്കലും മരുന്ന് കഴിക്കലും അഭൗതികമായ അദൃശ്യമായ അഭൗതികമായ ശമനം നീ അതിന് നൽകി ആരോഗ്യത്തോടു കൂടിയുള്ള ആയുഷ്ദൈർഘ്യം അനുഗ്രഹമായി ലഭിക്കപ്പെടുന്നവരിൽ അവരെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണമേ നാഥ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്